നമസ്കാരം, കുട്ടികളും സുമസാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചോദ്യം അങ്ങനെ കുട്ടികളൊന്നും ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റൻ ആണ്, നോക്കിയിട്ട് പോലും കാണില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനുള്ളിലെ ടോപ്പിക്കാണ്. ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കും. ഇത് ട്രിഗണോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിലെ ഒന്ന് രണ്ടെണ്ണമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ കുറെ എണ്ണം എക്സ്ട്രാ മീൻസ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം ഇരുന്ന് പഠിച്ചോണം. എൻട്രൻസിന് ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല, ഏത് ചോദ്യം ചോദിക്കാം. ടഫ് ലെവലിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അത്ര മോശമല്ലാത്ത രീതിയിൽ കൂടെ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റൻ ഒക്കെ വന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ചെറിയ പ്രോബ്ലംസുകളെ മാത്രം പഠിക്കുക എന്നുള്ള രീതി മാറ്റിക്കൊണ്ട് നല്ല ചോദ്യങ്ങളെ നല്ല സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡ് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റിലേക്ക് ഒന്ന് വായിച്ചു. ഇഫ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ 0, ദെൻ സൈൻ തീറ്റയും കോസ് തീറ്റയും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ റൂട്ട്സുകളാണെങ്കിൽ ഇതിനുള്ളിലെ ഏത് ഇക്വേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. നമ്മൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരു മെത്തേഡ് തോന്നാറില്ല. അവനെയൊക്കെ നമ്മളെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും. എന്തെങ്കിലേ പ്രയോജനമുള്ളൂ. അല്ലാതെ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ചെയ്ത് ആൻസർ ഇട്ടിട്ട് കാര്യമില്ല. അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരണം. എന്ത് ചെയ്യണമെന്നുള്ളത്, എന്തിന് ചെയ്യണമെന്നുള്ളത് കൃത്യമായെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുന്നല്ലോ. ഇതുപോലത്തെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഫുൾ ട്രിക്സുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് പിന്നെ മെറ്റീരിയലും കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സൈൻ നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റൂട്ട്സുകൾ, രണ്ട് വാല്യൂസുകളാണ് കിട്ടുന്നത്. ആ വാല്യൂസുകൾ അവർ സൈൻ തീറ്റയും കോസിന് എടുത്തു. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ്, അങ്ങനെ ഒരു റിസൾട്ടുകൾ ഒന്ന് പഠിക്കണം. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ, ഈ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എക്ക് ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എക്ക് ഈക്വൽ ആണ്. ഇതൊക്കെ അറിയാൻ വയ്യത്ര പഠിച്ചിരുന്നോണം കേട്ടോ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ റൂട്ട്സുകൾ രണ്ട് പേരാണ്. അങ്ങനെ ആ റൂട്ട്സുകളുടെ സം എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എക്കും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സി ബൈ എക്കും ഈക്വൽ ആയിരിക്കും എപ്പോഴും. ഓക്കെ, അതാണ് നമ്മളെ ഈ റൂട്ട്സുകൾ എന്ന് തരുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ കിട്ടിയവരെ ആരൊക്കെയാ? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആൻഡ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ സി ബൈ എ. നമ്മുടെ ആൻസർ ഇങ്ങനെയാണ്. അപ്പൊ ഈ കിട്ടിയേക്കുന്നത് വെച്ചുകൊണ്ട് ഇങ്ങനെ എത്തിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ഇതാണ്, അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിൽ നിന്നും ഇതെത്തുമ്പോൾ സൈനും കോസും ഒന്നും ഇല്ല. അതാണ് ഇതിന്റെ പ്രതി. ശരി, ആൻസറിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനുവേണ്ടി ഇവിടുന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയും എലിമിനേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം. ഇല്ലാതാക്കാൻ നമുക്ക് പല വഴികളുണ്ട്. ഇത് തന്നെ വളരെ ഇമ്പോർട്ടന്റ്. ഇവരെ തമ്മിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത സൈൻ തീറ്റയും കോസ് തീറ്റയും ഇല്ലാതാവും. എങ്ങനെയെന്ന് കണ്ടോണേ. ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 1 എന്നും ചുമ്മാ പേരെടുക്കുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് പേരെടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ സ്ക്വയർ ചെയ്താൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വരുമ്പോൾ എ സ്ക്വയറും ബി സ്ക്വയറും വരുമ്പോൾ സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും ചേർന്ന് 1 ആവും. പിന്നുള്ളത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. 2 സൈൻ ശരിയല്ലേ, 2ab 2 സൈൻ തീറ്റ. ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ ആരെന്നറിയാം? സി ബൈ എ ആണോ? അപ്പൊ എല്ലാവരും പോകാനുള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. ഇനി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്തു, റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്ത മൈനസ് ബി ബൈ എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർഡ് ബൈ എ സ്ക്വയർ. കറക്റ്റ് ആണല്ലോ, കൃത്യമാണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇവിടെ ഇവനും ഇവനൂടെ ചേർന്നാൽ 1 ആവും. ഓക്കെ അല്ലേ? പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ് അടുത്ത ടൈം അല്ലേ? അവിടുത്തെ 2 കഴിഞ്ഞിട്ടുള്ള സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളിടത്ത് നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ ആയിരുന്നു ഇവിടെ സി ബൈ എ. 2 ഇൻറ്റു സി ബൈ എ ഈക്വൽ ടു ആരെന്ന് കിട്ടി? ബി സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ്. അപ്പൊ കണ്ടോ, ഇത്രയും സ്റ്റെപ്പിൽ നിന്നും കണ്ടോ ഇത്രയായിട്ട് മാറി എന്ന് പറയാൻ സൈനും കോസും എല്ലാം പോയി.
ഓക്കെ, അപ്പൊ ഇത് പോകണം. അപ്പൊ നമ്മുടെ തലയിൽ ഉദിക്കണം, ഓ ഇവൻ പോകാൻ എന്ത് ചെയ്യണം? സ്ക്വയറിംഗ് നടത്തിയെങ്കിലല്ലയോ സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും ചേർത്ത് 1 ഒക്കെ ആകത്തുള്ളൂ. അതിനകത്ത് രണ്ടാമത്തെ ടൈം 2 സൈൻ കോസ് എന്നുള്ളത് ഇവിടെ കൊടുക്കാനുണ്ട് എല്ലാം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2 × c/a എന്ന് പറയാൻ കറക്റ്റ് ആയിട്ട് ഇനി ഒന്ന് വൃത്തിയായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇച്ചിരി സിംപ്ലിഫിക്കേഷൻ പറ്റും. 2c/a ശരിയല്ലേ? ഇനി ഇവിടെ ഒരു by 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ a × 1 a, 1 × 2c 2c by 1 × a. ഇവിടെ ആകുമ്പോൾ b²/a². ഒരേ നമുക്ക് എന്താക്കി കളയാം? ക്യാൻസൽ ആക്കാം. ഇവിടെ a ഇവിടെ a² ഒരേ വെട്ടിക്കളയാം. ബാക്കി a + 2c = b²/a. ഈ a ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണേ. അപ്പൊ a × a ആൻസർ ആരാ മോനെ? a². a × 2c ദാറ്റ് ഈസ് 2ac = ആരെന്നായി മോനെ? b². ഇങ്ങനെ നമുക്ക് കിട്ടിയത്. പക്ഷെ ഇങ്ങനെയൊന്നും നമ്മുടെ ഓപ്ഷനിലില്ല. ഇനിയും നമ്മുടെ തല വർക്ക് ചെയ്യണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ മാത്സ്. a² + 2ac ഉണ്ടെങ്കിൽ ഒന്നാലോചിച്ചേ, a² + 2ac ഉണ്ടെങ്കിൽ ഒരു ആരോട് ഉണ്ടെങ്കിൽ ഹോൾ സ്ക്വയർ ആക്കാം. a² + 2ac + c² ക്യാൻ ബി a + c the whole square അല്ലേ? അപ്പൊ നമ്മൾ അപ്പുറം ഇപ്പുറം ആഡിങ് c² കേട്ടോ, ആഡിങ് c² അപ്പുറം ഇപ്പുറം ആഡ് ചെയ്യാൻ പോണേ. ദാറ്റ് ഈസ് a² + 2ac + c². ഈ റൈറ്റ് സൈഡ് ഓൾറെഡി b² ഉണ്ടായിരുന്നു, c² ആഡ് ചെയ്തു, ലെഫ്റ്റ് റൈറ്റും അങ്ങനെ ആഡ് ചെയ്തു. ഇപ്പൊ ഇവരെ നോക്കിക്കാമനെ, a² + 2ac + c² ക്യാൻ ബി a + c the whole square. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് a + c the whole square ആണ്. a + c the whole square. റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ തന്നെ = b² + ആരാണ്? c². ഇപ്പൊ നോക്കിക്കേ, ഓപ്ഷനിലുള്ള ഒരെണ്ണം കിട്ടി. മൂന്നാമത്തെ കണ്ടല്ലോ, ഇവനാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക, ചെയ്ത് തീർക്കുമടാ എന്നുള്ള രീതി കൂടി ഇരിക്കണം. അല്ലാതെ കിട്ടിയില്ല സന്തോഷം ഇനി ചെയ്യണ്ടായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റൊന്നും പോയാൽ നമുക്ക് ഇവനെ കിട്ടില്ല. ഇവനെ കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ അടുക്കണം. ഓക്കെ, അപ്പൊ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.